നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുവേഫ യൂറോ കപ്പിൽ മികച്ച പ്രകടനമാണ് വമ്പന്മാരായ പോർച്ചുഗൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 മത്സരങ്ങളിലും വിജയിച്ച അവർ പ്രീ ക്വാർട്ടർ യോഗ്യത ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ജോർജിയയാണ് അവരുടെ എതിരാളികൾ. ഇതിനോടകം തന്നെ ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം ഉറപ്പിക്കാനും പോർച്ചുഗലിന് കഴിഞ്ഞിട്ടുണ്ട്. പോർച്ചുഗലിന് ഫൈനലിൽ എങ്ങനെ എത്താം, ആരൊക്കെയായിരിക്കും എതിരാളികളായിക്കൊണ്ട് വരിക, അതിൻ്റെ ഒരു റൂട്ട് പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ജൂലൈ 1-ാം തീയതിയാണ് പോർച്ചുഗലിൻ്റെ പ്രീ ക്വാർട്ടർ പോരാട്ടം നടക്കുക. ഗ്രൂപ്പ് എ, ബി, സി എന്നിവയിലെ ഏതെങ്കിലും ഒരു 3-ാം സ്ഥാനക്കാരായിരിക്കും പോർച്ചുഗലിൻ്റെ എതിരാളികൾ. ഹംഗറി, ക്രൊയേഷ്യ, ഇറ്റലി, അൽബേനിയ, സ്ലൊവേനിയ, ഡെൻമാർക്ക്, സെർബിയ, ഇംഗ്ലണ്ട് ഈ ടീമുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിൻ്റെ എതിരാളിയായി കൊണ്ടുവരിക. ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ പോർച്ചുഗൽ വിജയിച്ചു കഴിഞ്ഞാൽ ജൂലൈ 5-ാം തീയതി ഹാംബർഗിൽ വെച്ചുകൊണ്ട് പോർച്ചുഗലിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കും. ഗ്രൂപ്പ് ഡിയിലെ 2-ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് എയിലെ 2-ാം സ്ഥാനക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിലെ വിജയികളായിരിക്കും പോർച്ചുഗലിൻ്റെ ക്വാർട്ടറിലെ എതിരാളികൾ. ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ജൂലൈ 9-ാം തീയതി മ്യൂണിച്ചിൽ വെച്ച് പോർച്ചുഗൽ സെമി ഫൈനൽ മത്സരം കളിക്കും. ഒന്നുകിൽ സ്പെയിൻ ആയിരിക്കും സെമിയിൽ പോർച്ചുഗലിൻ്റെ എതിരാളികൾ, അല്ലെങ്കിൽ എ, ഡി, ഇ, എഫ് എന്നീ ഗ്രൂപ്പുകളിലെ 3-ാം സ്ഥാനക്കാരോ, എ ഗ്രൂപ്പിലെ 1-ാം സ്ഥാനക്കാരോ, അതല്ലെങ്കിൽ സി ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരോ ആയിരിക്കും പോർച്ചുഗലിൻ്റെ സെമിയിലെ എതിരാളികളായിക്കൊണ്ട് ഉണ്ടാവുക. ഇതിൽ വിജയിച്ചു കഴിഞ്ഞാലാണ് ജൂലൈ 14-ാം തീയതി ബെർലിനിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ കളിക്കാൻ പോർച്ചുഗലിന് സാധിക്കുക. പോർച്ചുഗൽ ഫൈനലിന് യോഗ്യത നേടും, അതിൽ എത്താൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.